ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സദ്യയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 3 റെസിപ്പീൻ്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വെണ്ടക്ക കിച്ചടിയാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 1/2 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും, തൈര് ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ആ വെളിച്ചെണ്ണയിലേക്ക് നല്ല നൈസാക്കി അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെണ്ടയ്ക്ക അരിഞ്ഞിട്ട് ഞാൻ ഒരു 10 മിനിറ്റ് ഉപ്പ് കുഴച്ചിട്ട് വെച്ചതാണ്. അപ്പോൾ അതൊന്ന് നല്ല ക്രിസ്പി ആയിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി നമ്മൾ അരച്ച് വെച്ച മിക്സിയിലേക്ക് നമ്മൾ ഈ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തിട്ട് അത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് പുളിയുടെ കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു 1/2 കപ്പും കൂടി തൈര് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള താളിപ്പാണ് തയ്യാറാക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെണ്ടക്ക കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിന് വേണ്ടി ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക, പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വിസിലടിച്ചെടുക്കുകയാണ്. അത് വിസിലടിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പൊക്കെ തയ്യാറാക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ സദ്യയിൽ ഒരുവിധം എല്ലാ സാധനത്തിനും തേങ്ങയും തൈരും മസ്റ്റാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ വെള്ളരിക്ക ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്ന വെള്ളരിക്കയിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നമ്മുടെ തേങ്ങ ഒക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ. ആ സമയം വരെ നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് വേവിക്കണം. തേങ്ങ പിരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇത് തേങ്ങക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നല്ല വൈറ്റ് കളറിൽ നല്ല ടേസ്റ്റാട്ടോ ഈ വെള്ളരിക്ക പച്ചടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നേരെ തീ സിമ്മിലിട്ടിട്ടാണ് ഞാനിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള പുളി ഇല്ലാത്ത തൈരാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. തീ ഓഫാക്കിയിട്ടാട്ടോ ഞാൻ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറവിടാനുണ്ട്. അതിന് വേണ്ടി പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് ഉണക്കമുളകും വേപ്പിലയും ഇട്ടിട്ട് ഇതൊന്ന് വറുത്തിട്ട് നമ്മുടെ വെള്ളരിക്ക പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ വെള്ളരിക്ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഓലനാണ് കേട്ടോ തയ്യാറാക്കാനുള്ളത്. അതിന് വേണ്ടി കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് വൻപയർ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വിസിലടുപ്പിച്ചെടുക്കുകയാണ്. അതൊന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങയും അതിലേക്ക് 2 പച്ചമുളക് കീറിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുകയാണ്. ഇത് വേവുമ്പോൾ തന്നെ ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ കുമ്പളങ്ങ ഇട്ടതിന് ശേഷം ഞാൻ ഒരു വിസിലാണ് അടുപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1-ാം പാൽ 2-ാം പാലെന്നൊന്നുമില്ല, ഒറ്റ പാലെടുത്തിട്ടുള്ളൂ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. തീ ഹൈ ഫ്ലെയിമിൽ ഇടരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ പിരിഞ്ഞു പോവും. ഇനി നേരെ തീയിലിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ 1